ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദാണേ. ഇന്നായി രാവിലെ ഇഡ്ഡലിയാണ്. ഇഡ്ഡലി അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി ഒരു 4 എണ്ണമൊക്കെ ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു ഇന്ന്. എന്താ പറയുക, അതേപോലെ നമുക്ക് നല്ല ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ല ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു സൈഡിൽ ഇങ്ങനെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി അതേപോലെ തന്നെ ഞാൻ അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. തക്കാളിയും സവാളയും പരിപ്പുമൊക്കെ ചേർത്ത് കായൊക്കെ ചേർത്ത് നല്ല സൂപ്പർ ടിഫിൻ സാമ്പാർ. അപ്പം അതും ഒഴിച്ചു. ഇത് കണ്ടോ, ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഓർമ്മയുടെ ഒരു പ്ലേറ്റാണിത്. ഇതെൻ്റെ അച്ഛമ്മയുടെ പ്ലേറ്റാണ്. അപ്പോൾ ആ പ്ലേറ്റ് നമ്മൾ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണ്, തറവാട്ട് മുതലാണ്. അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ കുറച്ച് നമ്മളെന്താ പറയുക, ചട്നിയും സാമ്പാറും ഇഡ്ഡലിയൊക്കെ ആയിട്ട് കഴിക്കാം നമുക്ക്. അടിപൊളിയായിട്ട് ഭയങ്കര നല്ല ചൂടുണ്ട്. എന്താ വെച്ചാൽ ഏട്ടൻ പോയി വോട്ട് ചെയ്യാനായിരുന്നു. വോട്ട് ചെയ്യുന്ന ദിവസം കൂടിയാണ്. അപ്പം എനിക്ക് വോട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ വാർഡിലാണ് കിടക്കണം. എൻ്റെ ചേട്ടൻ ഈ വാർഡിലാണ് വോട്ട് ചെയ്യുന്നത് വർഷങ്ങളായിട്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞു, 1-2 പ്രാവശ്യമൊക്കെ ഞാൻ പറഞ്ഞു എന്നെ വാർഡ് നമ്പർ മാറ്റി തരണം. ഞാൻ 42-ലെ ചേട്ടൻ 43-ലെ. അപ്പോൾ വാർഡ് നമ്പറൊക്കെ ഒന്ന് മാറ്റി തരണം എന്ന് ഒരുപാട് തവണ ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ ആരും കൂട്ടാക്കിയില്ല. ആർക്കും താല്പര്യമില്ല എന്നുള്ള പോലെയാണ്. അതിനൊരു സമയവും കാലവും അവർക്കില്ല. അപ്പം നമ്മൾ അന്വേഷിക്കും എന്താ ചെയ്യുക. അപ്പോൾ പറയാം, ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ചെയ്യാം, ഇലക്ഷൻ സമയത്ത് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറയും. ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് അവരുടെ ബിസിയാണ്. എങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഓടും. എന്തിനാണ് ജയിച്ചിട്ട് എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഈ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്യുന്നില്ല. കാരണം ഭാര്യയും ഭർത്താവും ഒരേ വാർഡിൽ വോട്ട് ചെയ്യണം, ഒരേ ബൂത്തിൽ വോട്ട് ചെയ്യണം, അതാണല്ലോ. അല്ലാതെ ഭാര്യ അവിടെയും ഭർത്താവ് ഇവിടെയും ആൾക്കാരെ ജയിപ്പിച്ചിട്ടോ തോൽപ്പിച്ചിട്ടോ നമുക്കൊന്നും കിട്ടാനില്ല. പണിയെടുക്കണം. രാവിലെ എണീറ്റ് ഇപ്പോഴാണ് ഞാൻ ഒന്നിരുന്നത്. രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.